വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ്. ഐ ആം അബ്ദുൽ അസീസ്. ഇന്ന് മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയുമാണ് നമ്മുടെ സ്റ്റോക്സുകളൊക്കെ മേടിക്കുന്നത്. അത് മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സും മേടിക്കുന്നത് BSE ഓർ NSE വഴിയാണ് നമ്മൾ മേടിക്കുന്നത്. 2025 150 വർഷം തികയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നതിന് ശേഷം. 150ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ജസ്റ്റ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചെ കുറിച്ച് നമുക്കൊരു അവലോകനം നടത്താം. ഒരു ചെറിയൊരു അവലോകനം. 1875 കോട്ടൺ എക്സ്പോർട്ടേഴ്സ് അവർ ചേർന്നിട്ട് ആലമര ചുവട്ടിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് 1875 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്നാണ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് അത് മാറുന്നത്. 1921 നമ്മുടെ SBI അത് ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 1921. അതുപോലെ തന്നെ 1957 സെക്യൂരിറ്റി കോൺട്രാക്ട്സ് ആക്ട് അനുസരിച്ച് അത് BSE നിലവിൽ വന്നു. BSE സെൻസെക്സ് വരുന്നത് 1986. 1986 100 പോയിന്റ് സെൻസെക്സോടുകൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1995 BSE ഓൺലൈൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോഴുള്ള നിലവിലുള്ള കമ്പനിയുടെ 5500 കമ്പനീസാണ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അഥവാ ലോകത്തിൽ തന്നെ ആദ്യത്തെ കമ്പനിയാണ്, ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇത്രയും വലിയ കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. സോ ദിസ് ഈസ് ദ വേൾഡിൽ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് 5500 കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 400 ലക്ഷം കോടി രൂപയാണ്. 6th ലാർജസ്റ്റ് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് ലോകത്തിൽ തന്നെ 6ാമത്തെ പ്ലേസിലാണ് നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നത്. സോ ഓൺലൈൻ ട്രേഡ് നമുക്കറിയാം, ഇപ്പം ഓൺലൈൻ നമ്മൾ മൊബൈൽ വഴിയും ഓൺലൈൻ ട്രേഡിംഗ് വഴിയും ഒക്കെ നമ്മൾ സ്റ്റോക്സുകളൊക്കെ ട്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ട്രേഡ് ചെയ്യുന്നു. ഇതിനൊക്കെ വളരെ ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവിടെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഓൺലൈൻ ട്രേഡിംഗ് തന്നെ 1500 കോടി ഓർഡേഴ്സ് ആണ് ഒരു ദിവസം അവർക്ക് ഓർഡർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത്. അഥവാ ഒരു 14 ലക്ഷം ഓർഡേഴ്സ് പെർ സെക്കൻഡ്സ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ്. അഥവാ ഒരു ഓർഡേഴ്സ് അവർ 200 മൈക്രോ സെക്കൻഡ്സ് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ മതിയാവും. സോ ഇത്രയും വളരെ വിപുലീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നമുക്കറിയാം, ഇന്ന് സെൻസെക്സ് എത്തി നിൽക്കുന്നത് 80,000 പോയിന്റിലേക്കാണ്. സോ ജൂലൈ 2024 എത്തിയപ്പോഴേക്കും 80,000 സെൻസെക്സ് പോയിന്റ് അത് കടന്നു. വീണ്ടും മാർക്കറ്റിന്റെ ചെറിയ ഇടിവുകളൊക്കെ വന്നു. ഇപ്പൊ വീണ്ടും അത് 80,000 കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, എന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം അത് 1 ലക്ഷം സെൻസെക്സിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പാണ്, അല്ലെ? അത് കാരണം ഇത് 100 പോയിന്റിൽ നിന്ന് തുടങ്ങിയതാണ്. 1986 സെൻസെക്സ് ലോഞ്ച് ചെയ്തപ്പോൾ 100 പോയിന്റിൽ തുടങ്ങി, ഇന്ന് 80,000 പോയിന്റിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇത്രയും വലിയൊരു മാറ്റം നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ ചെയ്യേണ്ടതാണ്. മാർക്കറ്റ് NSE അല്ലെങ്കിൽ BSE ത്രൂ ഔട്ട് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന സ്റ്റോക്സുകളാണ്. നമ്മൾക്ക് കൂടുതൽ പഠിക്കണം, കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, അതിനെ മനസ്സിലാക്കുക. കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങോട്ടാണ് പോകുന്നത്, ഏത് വഴിയാണ് ചെയ്യുന്നത്, അവരുടെ കപ്പാസിറ്റി എന്താണ്, എല്ലാം നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ്, ഒരു എഡ്യൂക്കേഷൻ പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ പഠിക്കുക, കൂടുതൽ വളരാം നമുക്ക്. Mutual fund investments are subject to market risk. Read all scheme related documents carefully.